ഹായ് ഹലോ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ ഏറ്റവും സന്തോഷവും അനുഗ്രഹവും കടന്നു വരുന്നതിനായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവർ ഇറങ്ങിപ്പോയതിന്, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടതിന് അവർക്കൊരു റിഗ്രറ്റ് ഫീലാണുള്ളത്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. സാഹചര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓരോ വ്യക്തികൾക്കും ഓരോ സാഹചര്യമായിരിക്കാം. ചില വ്യക്തികൾ മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിച്ചു പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പേരൻസിൻ്റെ ഇടപെടൽ കാരണം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലവ് തേർഡ് പാർട്ടിയിലേക്ക് കടന്നു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല പല സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. പേരൻസ് കൂടുതൽ പ്രഷർ കൊടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ ഫാമിലി ആയിരിക്കാം. ഓക്കെ, അപ്പം ഇവിടെ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ഇടയിൽ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് പോലെയുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരികെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്നാണ് അവർ ഓവറോൾ എനർജി ആഗ്രഹിക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഓക്കെ, അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം വാല്യൂ നൽകിയിട്ടുള്ള ഒരു ലിവിങ് ടുഗദർ പോലെയുള്ള വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഏകദേശം 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 1 വർഷത്തോളം ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത്രത്തോളം സ്നേഹത്തോടു കൂടിയും ഒരുപാട് പൊസസീവോടു കൂടിയും കൊണ്ടു നടന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ, ഫാമിലി കാരണം ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ജീവിതത്തിലേക്ക് വീണ്ടും ക്ഷണിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, അവരൊരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളോട്. ആവശ്യമില്ലാത്ത എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഈ അടുത്ത സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ പാരൻറ്റ് ഒരു മെയിൽ ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു മെയിൽ ക്യാരക്ടറിൻ്റെ ഇടപെടൽ കാരണം നിങ്ങളിൽ നിന്നും അവർ വിട്ടുമാറി പോകേണ്ടതായി വന്നിട്ടുണ്ട്. ഓക്കെ, അവരുടെ ഇടപെടൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഈഗോ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഈഗോ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചു കൊണ്ട് തന്നെ നിങ്ങളോട് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. പലപ്പോഴും നിങ്ങൾ വഴക്ക് കൂടുന്ന സമയങ്ങളിൽ പറയും, നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പകരത്തിന് പകരം ചെയ്യുക. നീ എന്നോട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഞാൻ നിന്നോട് അങ്ങനെ കാണിക്കും, നീ എന്നോട് സ്നേഹം കാണിച്ചില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് ഇങ്ങനെ കാണിക്കും എന്നുള്ള രീതിയിൽ പകരത്തിന് പകരം ചെയ്യുക. ഒരു കോംപ്ലക്സോട് കൂടി റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ സ്റ്റാർ ആയിരിക്കാം, ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും, കാണാനൊക്കെ കുറച്ച് ഭംഗിയോടുകൂടി ആരും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ ഒരു സൗന്ദര്യത്തിൻ്റെ ഉറവിടമായിരിക്കാം. ഒന്നുകിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളും അട്രാക്റ്റ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ഇടയിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ചൊല്ലി നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നീ എന്നോട് അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വഴക്കടിക്കുക എന്നുള്ളതല്ലാണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുക എന്നുള്ളത് അവർക്കൊരിക്കലും മനസ്സിലുണ്ടായിരുന്നില്ല. ഓക്കെ, പകരത്തിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയുക, പിന്നെ അത് ഈഗോ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളെല്ലാം അവർക്ക് മാറ്റണം. അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി, ഇനി എന്ത് ചെയ്യും, എനിക്ക് നിന്നെ ഒരിക്കലും വേണ്ട എന്നൊക്കെയുള്ള വാക്കുകൾ, നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും വേണ്ട എന്നൊക്കെ
പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ വാക്കുകളൊക്കെ കാരണം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആ വാക്കുകളൊക്കെ ഒന്ന് മാറിയെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു വാക്ക് മാത്രമല്ല, പല വാക്കുകളും നിങ്ങളെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളെ മോശക്കാരാക്കിയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒട്ടും കൊള്ളാത്ത വ്യക്തികളാണെന്നും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാത്ത വ്യക്തികളാണെന്നും ഒക്കെ നിങ്ങളെ അനാവശ്യങ്ങൾ പറയുകയും ഒരുപാട് വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പോകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മോശം സൈഡ് നിങ്ങളെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഇങ്ങനെയുള്ള വ്യക്തിയാണ്, ഞാൻ അങ്ങനെയുള്ള വ്യക്തിയാണ് എന്നൊക്കെ കാണിച്ച് നിങ്ങളെ അവരുടെ മോശം സൈഡ് പ്രകടിപ്പിച്ചതിന് ശേഷം, കാരണം നിങ്ങളുമായിട്ട് ഇനി ഒരിക്കലും ഒരു റീയൂണിയൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം. പക്ഷെ അവരായിട്ട് സൃഷ്ടിച്ചിരുന്നതായിട്ടുള്ള ചില ബ്ലോക്കേജുകൾ ഇപ്പോഴും അവർക്ക് അഴിക്കാൻ പറ്റുന്നില്ല. അവർ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പോൾ ആ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ഡിലീറ്റായി പോയെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയെങ്കിൽ, നിങ്ങളതൊന്ന് ഓർക്കാതിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളില്ലാണ്ട് അവർക്കിപ്പോൾ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഒരിക്കലും അവർക്ക് നിങ്ങളില്ലാണ്ട് പറ്റുന്നില്ല. മുന്നോട്ട് പോയപ്പോൾ നിങ്ങളെക്കഴിയും ബെറ്ററായിട്ടുള്ള പലതിനെയും അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ലോകത്തിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരിക്കൽ പോലും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നൊന്നും അവർക്ക് വിട്ടുപോകാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾ വന്നിരിക്കുന്നു. ഒരു ന്യൂ ബിഗിനിങ് അവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അവർ സോറി പറയുന്നുണ്ട്. എന്തെങ്കിലും കാരണത്തിൽ നിങ്ങളെ ഒരുപാട് അവർ ഡൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അതിനെല്ലാം ഒരു റിഗ്രറ്റ് അവർക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ ഉള്ളിൽ അവർ സോറി പറയുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ 5 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ വിശ്വാസത്തെ അവരാവശ്യമില്ലാത്തത് വിളിച്ചു പറഞ്ഞു, ഞാൻ അങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്, നീ എൻ്റെ ലൈഫിൽ നിന്ന് പോകും, ഞാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അവരൊരുപാട് പെയിൻ സിറ്റുവേഷനിലേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ സ്നേഹത്തെ, വിശ്വാസത്തെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നതേ ഇല്ല. നിങ്ങളിപ്പം ജസ്റ്റ് ഈ ടാരോ റീഡിങ് പോലെയുള്ള കാര്യങ്ങളിലൂടെ മാത്രം ജസ്റ്റ് അവരെന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുന്നു. അല്ലാതെ നിങ്ങൾ അവരെ ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് കോൾ മെസ്സേജ് ചെയ്യാനോ ഒന്നും നിങ്ങൾ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നത് കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ സംശയിച്ചതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവസാനിപ്പിച്ചതിലൊക്കെ അവർ വിഷമിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് കേട്ട്. അവരിപ്പോൾ ഭയപ്പെടുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയത് കൊണ്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് നാളായി അവരുടെ പിറകെ നിങ്ങൾ യാചിച്ച് നിന്നിട്ടുണ്ടായിരിക്കാം. ഒരു കോളിനു അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് നീതി വേണം, ജസ്റ്റിസ് വേണം എന്നുള്ള രീതിയിലൊക്കെ കോള് മെസ്സേജിന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളെ അവർ മൈൻഡ് ചെയ്യാതെ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവർ സമയവും സ്നേഹവും എല്ലാം കൊടുത്തിരുന്നു. അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, അവരുടെ പേരൻസിന് വേണ്ടിയിട്ടൊക്കെ അവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ കരഞ്ഞുകൊണ്ടായിരിക്കും പലപ്പോഴും നിന്നിരുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു ഓഫറുമായിട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവരൊരു ഓഫർ തന്നു കഴിഞ്ഞാൽ നിങ്ങളവരെ വേണ്ട എന്ന് വെക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങളവരെ എനിക്ക് ഇനി നിന്നെ എൻ്റെ ലൈഫിലേക്ക് വേണ്ട എന്ന് പറയുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ ഉള്ളതായി കാണുന്നു. ഓക്കെ, ഇത് ചേസ് ചെയ്യാത്ത വ്യക്തികൾക്കുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾ ഇന്നലെയും അവരുടെ പിറകെ ചെന്ന് കരഞ്ഞ് അവരുടെ കാല് പിടിച്ച വ്യക്തികൾക്ക് ഇത് റെസനേറ്റ് ആകില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അവരെ ചേസ് ചെയ്യുന്നില്ല, നിങ്ങൾ സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികളുടെ പേഴ്സണാണ് ഈ ഒരു സമയം ഈ ഒരു റിഗ്രറ്റ് ഫീലിൽ കൂടി കടന്നു പോകുന്നത്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വേണമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് നിൽക്കുന്നത്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരണം എന്നവർ ചിന്തിക്കുന്നു. നിങ്ങൾ നല്ല രീതിയിൽ അവർ ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെവിടെയാണ്, എന്താണ്, ആരോടൊപ്പമാണ്, നിങ്ങൾ ആരോടൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്,
നിങ്ങൾ ഇത്രയും സൗന്ദര്യത്തിൽ നടക്കുന്നതിന് കാരണം എന്താണ് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നില്ല, അവരുടെ പിറകെ ചെല്ലുന്നില്ല, കോൾ മെസ്സേജ് ചെയ്യുന്നില്ല, കരഞ്ഞ് അവരുടെ പിറകെ ചെല്ലുന്നില്ല. അപ്പോൾ അതൊക്കെ എന്താണ് എന്നറിയുന്നതിന് വേണ്ടി നിങ്ങളിലേക്ക് നല്ല രീതിയിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അവരായിട്ട് വന്ന് കാല് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയുന്ന വാക്കെന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ വേണ്ട എന്ന് പറയുമോ എന്നുള്ളൊരു ഭയത്തിൽ അവർ നിങ്ങളുടെ കാല് പിടിക്കാൻ വരുന്നില്ല. പക്ഷേ നിങ്ങൾ മിണ്ടി അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ, നിങ്ങൾ തോൽവി സമ്മതിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ കുറ്റം കാരണമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർ നിങ്ങളുടെ മുന്നിൽ തന്നെ എത്തും. ഓക്കെ, നിങ്ങളോട് മാപ്പ് പറഞ്ഞ് തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.